മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം 2025 മാർച്ച് മാസത്തിലെ ഇടവം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു ഇടവം രാശിയിലും, ചൊവ്വ മിഥുനം രാശിയിലും, കേതു കന്നി രാശിയിലും, സൂര്യനും ശനിയും കുംഭം രാശിയിലും, ബുധൻ ശുക്രൻ രാഹു എന്നീ 3 ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. മാർച്ച് 14-ാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും, മാർച്ച് 29-ാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റത്തോടെ മകരം രാശിക്കാരുടെ 7.5 ശനി അവസാനിക്കുന്നതായിരിക്കും. അതുപോലെ കുംഭം രാശിക്കാരുടെ 7.5 ശനിയുടെ 3-ാം ചരണം, മീനം രാശിക്കാരുടെ 2-ാം ചരണം, മേടം രാശിക്കാരുടെ 1-ാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും. കർക്കടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതായിരിക്കും. ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുമെങ്കിലും ശനി 8-ൽ പ്രവേശിക്കുന്നത് കാരണം അഷ്ടമശനിയുടെ പ്രഭാവത്തിൽ ആകുന്നതുമായിരിക്കും. ഇടവം വൃശ്ചികം എന്നീ രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതും, മിഥുനം ധനു എന്നീ രാശിക്കാർക്ക് കണ്ടക ശനി ആരംഭിക്കുന്നതുമായിരിക്കും. മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നിനി നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് 11-ാം ഭാവമായ മീനത്തിലാണ്. ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ്. ശുക്രൻ ഈ മാസം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത്. ശുക്രൻ്റെ പൊസിഷൻ സ്ട്രോങ് ആയതിനാൽ ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. 5-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിങ്ങളുടെ 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും. പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ബുധൻ്റെ 7-ാം ദൃഷ്ടിയും ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടിയും പതിക്കുന്നത് 5-ാം ഭാവത്തിൽ തന്നെയാണ്. എങ്കിലും 5-ൽ കേതു നിൽക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാനോ ചിലപ്പോൾ കൺഫ്യൂഷൻ്റെ സ്ഥിതികൾ വരാനോ ഒക്കെ ഇടയാക്കുന്നതായിരിക്കും. എങ്കിലും പൊതുവെ വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം മിക്സ് റിസൾട്ടുകളായിരിക്കും ലഭിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അത് മാറിയാൽ വേറെന്തെങ്കിലും കാരണവശാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തർക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകാനും ഇടയുണ്ട്. എങ്കിലും എന്ത് പ്രശ്നം വന്നാലും അത് അത്ര സീരിയസ് ആകുന്നതല്ലായിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ 2-ാം ഭാവത്തിലാണ്. ചൊവ്വയുടെ പൊസിഷൻ നല്ലതാണ്. കൂടാതെ 7-ാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം യാതൊരുവിധ പ്രശ്നങ്ങളുണ്ടാകുവാനും സാധ്യതകളില്ല. കൂടാതെ നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. ജീവിത പങ്കാളിയുടെ ബിസിനസ്, കരിയർ എന്നിവയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതുമായിരിക്കും. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്.
ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ്. എങ്കിലും ശനി നിൽക്കുന്നത് ശനിയുടെ സ്വന്തം രാശിയിലും മൂല ത്രികോണ സ്ഥാനത്തുമായതിനാൽ കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. കൂടാതെ മാർച്ച് 29-ാം തീയതി ശനി 11-ാം ഭാവമായ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ കണ്ടകശനി അവസാനിക്കുന്നതുമായിരിക്കും. ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതുമായിരിക്കും. ദൂരയാത്രകൾ ചെയ്യുന്നതും യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ്. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നതും 10-ാം ഭാവത്തിലാണ്. ഇവിടെ ശനി സ്ട്രോങ് പൊസിഷനിൽ ആണ്. കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ്. മാർച്ച് 29-ാം തീയതി ശനി 11-ാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോഴും സ്ഥിതികൾ നല്ലത് തന്നെ ആയിരിക്കും. ഈ സമയത്ത് കരിയറിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നല്ലതായിരിക്കും. ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും. സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. ഒന്നിലധികം സോഴ്സുകളിൽ നിന്നും ഇൻകം ഉണ്ടാകുന്നതുമായിരിക്കും. ഇതാണ് ഇടവം രാശിക്കാരുടെ വർഷം 2025 മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.